നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പ്രിയൻചേട്ടന്റെ രൂപത്തിൽ എനിക്ക് വേണ്ടി ആ പാവം ഒരുപാട് കഷ്ടപ്പെട്ടു. എന്റെ അവസ്ഥ പ്രിയൻചേട്ടന് നന്നായിട്ട് അറിയാം. ഗാർമെന്റ്സിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ശമ്പളാണ് കുടുംബത്തിന്റെ ഒരേ ഒരു വരുമാനം. പ്രിയൻചേട്ടനത് അറിയാം. 10 ലക്ഷം രൂപ സമ്പാദിക്കണമെങ്കില് ഞാൻ എത്ര കൊല്ലം ജോലി ചെയ്യണം, വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കണം, കടങ്ങളും വീട്ടണം. അതെല്ലാം കഴിഞ്ഞ് എനിക്ക് എപ്പോഴെങ്കിലും അത്രയും കാശൊക്കെ സമ്പാദിക്കാൻ കഴിയോ? അതൊന്നും ആലോചിക്കാതെയാ പ്രിയൻചേട്ടൻ എനിക്ക് വേണ്ടി അത്രയും വലിയൊരു തുക കൂട്ടുകാരന്റെ കയ്യിൽ നിന്നും കടം വാങ്ങിയത്. ദൈവത്തിന്റെ മനസ്സുള്ളത് കൊണ്ട് തന്നെയാ പ്രിയൻചേട്ടന് എന്നോട് അത്രയും വലിയൊരു ദയ കാണിക്കാൻ പറ്റിയത്. കടം വാങ്ങി എന്റെ കയ്യിൽ തരികയല്ല ചെയ്തത്, എന്റെ കൂടെ വന്നു. പോലീസുകാരോട് പോലും തല്ലുണ്ടാക്കി. ആരെങ്കിലും അതൊക്കെ ചെയ്യോ? ആർക്കോ വേണ്ടി ഞാനെന്തിനാ പോലീസുകാരുടെ ശത്രുത സമ്പാദിക്കുന്നത് എന്ന് പറഞ്ഞ് മാറി നിൽക്കല്ലേ ചെയ്യുള്ളൂ. പക്ഷെ പ്രിയൻചേട്ടൻ അത് ചെയ്തില്ല. വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞ് എന്റെ കൂടെ നിന്നു. ആദ്യ അവസാനം കൂടെ നിന്നു. അതാ ആ മനസ്സിന്റെ നന്മ. അച്ഛന്റെ വളർത്തുദോഷം കൊണ്ടാ ചേട്ടൻ വഴിതെറ്റി പോയതെന്ന് അച്ഛൻ എപ്പോഴും പറയും. അച്ഛൻ ഒരുപാട് സ്നേഹം തന്ന ഞങ്ങളെ വളർത്തിയത്. പക്ഷെ ചേട്ടൻ ആ സ്നേഹം തിരിച്ചു കൊടുത്തില്ല. അതെങ്ങനെയാ അച്ഛന്റെ കുറ്റാവുന്നത്? എനിക്ക് പ്രിയൻചേട്ടനെ പോലൊരു മകനെ തന്നില്ലല്ലോ എന്ന് അച്ഛൻ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും. എന്റെ വയറ്റിൽ പിറന്ന മോന് ഇത്രയും നല്ല സ്വഭാവം കിട്ടിയില്ലല്ലോ എന്ന് അമ്മയും പറഞ്ഞിട്ടുണ്ടാവും. പ്രിയൻചേട്ടന്റെ മുന്നില് അവരൊരു നിലവിളക്ക് കൊളുത്തി വെച്ചില്ലെന്നേ ഉള്ളൂ. അവരുടെ മനസ്സില് പ്രിയൻചേട്ടൻ ഇപ്പോ ദൈവത്തിന്റെ സ്ഥാനം തന്നെയാ. പ്രിയനെ കുറിച്ച് പറഞ്ഞിട്ടും നിനക്ക് മതിയാവുന്നേ ഇല്ലല്ലോ. ഗന്ധർവനെ പ്രേമിച്ച് നീ നിന്റെ സമയം കുറെ കളഞ്ഞതല്ലേ? ആ സമയത്ത് പ്രിയനെ പ്രേമിച്ചാ മതിയായിരുന്നു എന്ന് നിനക്കിപ്പോ തോന്നുന്നുണ്ടോ? ഇത്രയും നല്ല മനസ്സുള്ള ഒരാളെ ഈ കാലത്ത് മഷയിട്ട് നോക്കിയാ പോലും കിട്ടില്ല. ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത ആ ഗന്ധർവനെ വിട്ടേക്കടി. എന്നിട്ട് പ്രിയനെ പ്രേമിക്കേ. ജെനിഫർ, നീ എന്തൊക്കെയാ പറയുന്നേ? ഒന്ന് മിണ്ടാതിരുന്നേ. ഞാൻ എന്റെ മനസ്സിൽ തോന്നിയതാ പറഞ്ഞ്. പാറുവിനത് ഓക്കെ ആണെങ്കിൽ സ്വീകരിക്കട്ടെ, ഓക്കെ അല്ലെങ്കിൽ വിട്ടുകളഞ്ഞോ. നീ എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നേ? അനാവശ്യം പറഞ്ഞ ടെൻഷൻ ആവില്ലേ? ഇത്രയും പണം ആരെ കൊടുത്തേ? പ്രിയൻ അത് പറഞ്ഞോ? അങ്ങോട്ട് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും എല്ലാം ഞാൻ ചോദിച്ചു. പക്ഷെ പ്രിയൻചേട്ടൻ പറഞ്ഞില്ല. ഒരു കൂട്ടുകാരനാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പൈസയായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ ആ കൂട്ടുകാരൻ വിളിച്ചിരുന്നു. ഞാനും അയാളോട് സംസാരിച്ചു. പക്ഷെ അതാരാണെന്ന് എനിക്കെപ്പോഴും അറിയില്ല. പ്രിയൻ ഒരുപാട് കഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെയാ ആ ഭൂമി നിങ്ങക്ക് തിരിച്ചു കിട്ടിയത്. പക്ഷെ പണം തന്ന് സഹായിക്കാൻ ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നുണ്ടല്ലേ പ്രിയന്റെ കഷ്ടപ്പാടുകൾക്ക് ഫലം കിട്ടിയത്. പണം കൊടുത്തത് പ്രിയന്റെ കയ്യിലാണെങ്കിലും നിന്നെ സഹായിക്കാൻ വേണ്ടിയല്ലേ. അപ്പോ അയാളോട് നീ നേരിട്ട് നന്ദി പറയണ്ടേ? അതല്ലേ മര്യാദ. നന്ദി പറയണെങ്കില് അത് ആരാണെന്ന് അറിയണ്ടേ? അറിയണം. പ്രിയനോട് തന്നെ ചോദിക്കേ. ഞാൻ എത്ര തവണ ചോദിച്ചു, പ്രിയൻചേട്ടൻ പറയുന്നില്ലല്ലോ. നിനക്ക് അയാളെ നേരിട്ട് കണ്ട് നന്ദി പറയണോന്ന് പറയേ. തുറന്നു പറയാൻ പ്രിയനെ നിർബന്ധിക്കേ. ഇപ്പോഴോ? ഇപ്പൊ തന്നെ. ആദ്യം നീ പ്രിയനെ വിളിക്ക്. വിളിച്ചിട്ട് പൈസ തന്നത് ആരാന്ന് ചോദിക്കേ. എന്നിട്ട് അയാളെ നേരിട്ട് കണ്ട് നന്ദി പറയേ. അതിനുശേഷം ജോലിക്ക് പോയാ മതി.